ഇന്ന് ഇങ്ങോട്ട് വരുമ്പോ ബഹുമാനപ്പെട്ട വടകരയുടെ ജനനായകൻ, മുൻപ് പാലക്കാടിന്റെ MLA ആയി ഇന്ന് വടകരയുടെ MP ആയ ശ്രീ ഷാഫി പറമ്പിൽ എങ്ങനെയാണ് വടകരയിലൂടെ നടക്കുന്നത് എന്ന് അന്വേഷിച്ചു. ഷാഫി പറമ്പിൽ കാല് വെച്ചാണ് നടക്കുന്നത്. സാർ, ഇവിടുത്തെ പാറക്കൽ അബ്ദുള്ള ജനനായകനാണ്. ജനങ്ങൾ തെരഞ്ഞെടുത്തി സഭയിലേക്ക് വന്ന ആളാണ്. പാറക്കൽ എങ്ങനെയാണ് നടക്കുന്നത് നോക്കി അദ്ദേഹം കാല് വെച്ചാണ്. സാർ, ഞാൻ ഇത് പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം വടകരയിൽ വെച്ച് CPM-ന്റെ പാർട്ടി സെക്രട്ടറിയുടെ ഒരു വെല്ലുവിളിയാണ്. എന്താ വെല്ലുവിളി? MP-യെയും MLA-യും കാല് കുത്തിക്കില്ല. സാർ, എന്താ കാരണം എന്നറിയോ? കഴിഞ്ഞ വടകരയിലെ തെരഞ്ഞെടുപ്പ് സമയത്ത് നാട്ടിൽ RSS-ന് പഠിക്കുന്ന CPM നാട്ടിൽ വർഗീയ കലാപമുണ്ടാക്കാൻ, വിഭജനമുണ്ടാക്കാൻ കാഫിർ സ്ക്രീൻഷോട്ട് എന്ന് പറയുന്ന ഒരു നാണം കെട്ട നാറിയ ഏർപ്പാടുമായി മുന്നോട്ട് പോയി. സാർ, അവിടെ പോലീസ് ഇറങ്ങിയില്ല. സാർ, ഇത്രയും നാള് അവരെ പിടിച്ചില്ല. സാർ, ഇപ്പൊ ഒരു സർക്കാരുണ്ട്. സർക്കാരില്ലായ്മ മാറി. ഒരു സർക്കാരുണ്ട്, ആഭ്യന്തരമന്ത്രിയുണ്ട്, മുഖ്യമന്ത്രിയുണ്ട്. അന്വേഷണം നടന്നപ്പോ ഇതിലെ പ്രതികൾ CPM-കാരനെ ലോക്കൽ കമ്മിറ്റി അംഗം അവനെ അറസ്റ്റ് ചെയ്തതിന്റെ പേരിൽ പ്രതിഷേധ പരിപാടിയാണ്. ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു, അങ്ങനെ നിങ്ങൾ ഇപ്പോഴും, ഞാൻ സത്യം പറഞ്ഞ ഞാനും കരുതി CPM ഒക്കെ പഠിച്ചു ജനങ്ങളോട് അടുക്കുകയാണെന്ന്. പക്ഷെ രക്ഷയില്ല. ആ പ്രസ്താവനയോടുകൂടി എന്തെങ്കിലും താല്പര്യം CPM-നോട് ഉണ്ടായിരുന്ന ആളുകൾ പോലും അതൊക്കെ അവസാനിപ്പിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് പൊതുജനത്തിനെ വെല്ലുവിളിക്കരുത്. നിങ്ങൾ വെല്ലുവിളിച്ചോ, നിങ്ങൾക്ക് സ്വാഭാവിക സമരങ്ങളൊക്കെ ഞങ്ങളും കണ്ടതാണ്, അതിന് ഭാഗമായിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയ ആളുകളെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി ജനനായകരെയൊക്കെ വെല്ലുവിളിച്ചാൽ ജനങ്ങൾ നിങ്ങൾക്ക് ഇപ്പം തന്നതിന്റെ അതിന്റെ അയലത്ത് പോലും ഇനി ഉണ്ടാകില്ല നിങ്ങളുടെ പിന്തുണ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ നല്ലതാണ്.